Hello guys, Assalamu alaikum. Welcome you all to my YouTube channel Sumi Vlogs. അപ്പോൾ കുറച്ച് നാളായി ഞാൻ യൂട്യൂബിൽ ആക്റ്റീവായിട്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ എവിടെ പഠിക്കുന്നതെന്ന്. ഞാൻ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആലപ്പുഴയിലാണ് പഠിക്കുന്നത്. BDS ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ വീട്ടിലിപ്പോൾ ലീവിന് വന്നേക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് യൂട്യൂബ് റീസ്റ്റാർട്ട് ആക്കിക്കൂടാന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണ് പെട്ടെന്ന് യൂട്യൂബ് തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്തതെന്ന് മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആലപ്പുഴയിൽ വന്ന് ഒരു ആദ്യത്തെ കുറച്ച് ഡേയ്സൊക്കെ ഞാൻ യൂട്യൂബിൽ നല്ല ആക്റ്റീവായിരുന്നു. ഞാൻ കരുതി നല്ല രീതിയിൽ വ്ളോഗ്സ് ഒക്കെ എടുക്കണം, BDS വ്ളോഗ്സ് ഒക്കെ എടുക്കണമെന്നൊക്കെ കരുതി തന്നെയാണ് ഞാൻ യൂട്യൂബ് അന്ന് തുടങ്ങിയത്. പക്ഷേ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് വീണ്ടും യൂട്യൂബ് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ സ്റ്റോറി അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഐ വാസ് എ നീറ്റ് ആസ്പിറൻറ്റ്. ഞാനൊരു സൂപ്പർ റിപ്പീറ്ററും കൂടിയായിരുന്നു. അപ്പോൾ 2020 ഞാൻ എൻ്റെ +2 പാസ് ഔട്ട് ആകുന്നത്. അന്ന് നമ്മൾ +2 കഴിയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുമ്പോൾ അങ്ങനെ അധികം ഒന്നും പഠിക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. ജസ്റ്റ് ആ +2 പഠിച്ച കോൺസെപ്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് എഴുതിയപ്പോൾ എനിക്ക് 315 ആയിരുന്നു എൻ്റെ മാർക്ക്. അന്ന് കോവിഡ് ടൈം ആയിരുന്നു. അങ്ങനെ ഞാൻ റിപ്പീറ്റിംഗ് എന്നുള്ള സ്ട്രാറ്റജി എടുത്തു. MBBS എന്നുള്ള ഭയങ്കര ആഗ്രഹം കാരണം ഞാൻ റിപ്പീറ്റിംഗ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ ബ്രില്യൻ പാലയിൽ ജോയിൻ ആക്കി. അങ്ങനെ അവിടെ ഞാൻ എത്രയാണ് 1 ഇയർ ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. കാരണം ആ ടൈമിൽ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസേ അവൈലബിൾ ആയിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചു, നന്നായി തന്നെ പഠിച്ചു. അങ്ങനെ ഞാൻ നീറ്റ് എക്സാം ആ ഒരു ഇയറിൽ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ മാർക്ക് എനിക്ക് കിട്ടിയത് 515 ആയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഡൗൺ ആയി. കാരണം എല്ലാവർക്കും അറിയാം എത്ര സ്ട്രെസ്ഫുൾ ആണ് ഈ ഒരു റിപ്പീറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. മാത്രമല്ല എനിക്ക് ആ ഒരു ടൈമിൽ റിപ്പീറ്റിംഗ് ഒരു ടൈമിൽ ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വന്നിരുന്നു. അതൊക്കെ ഞാൻ റിക്കവർ ചെയ്തിട്ടാണ് ഞാൻ ആ ടൈമിൽ പഠിച്ചത്. അങ്ങനെ ആ ടൈമിൽ എനിക്ക് അത്രയും മാർക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ പിന്നെ എൻ്റെ മുന്നിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ആയുർവേദ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നതായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്നും കൂടിയും പഠിക്കാം, ഒന്നും കൂടിയും ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ. കാരണം MBBS വാസ് ലൈക്ക് ആൻ ഒബ്സഷൻ ഫോർ മീ ആ സമയത്ത്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ അങ്ങനെ തീരുമാനിച്ചു. ആ ടൈമിൽ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാനെടുത്ത ഏറ്റവും വലിയൊരു തെറ്റായ തീരുമാനം എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡി എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. ഞാനങ്ങനെ സെൽഫ് സ്റ്റഡി ചൂസ് ചെയ്തു. ഞാൻ എവിടെയും കോച്ചിങ് ഒന്നും എടുക്കാണ്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു 1 ഇയർ എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ്. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയായിരിക്കും, കിട്ടൂലേ. കാരണം നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സൊക്കെ വേറെ കോളേജുകളിലൊക്കെ ചേർന്നിട്ടുണ്ടാകും. അവരവരുടേതായ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ടൈം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയും പുറത്തൊന്നും പോകാണ്ട് ഫുൾ ടൈം പഠിത്തം മാത്രം. അപ്പോൾ മൈൻഡ് ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഞാനങ്ങനെ റീറിപ്പീറ്റിംഗ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആക്കിയിട്ട് ഞാൻ നീറ്റ് എക്സാം എഴുതി. അങ്ങനെ അന്ന് എൻ്റെ മാർക്ക് എത്രയായിരുന്നു? അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് 540 ആയിരുന്നു. അതങ്ങനെ വീണ്ടും ഡൗൺ ആയി. പക്ഷെ ഞാൻ തളർന്നു കൊടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ റിപ്പീറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ സെൽഫ് സ്റ്റഡി എന്നുള്ള ഓപ്ഷൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. കാരണം എനിക്കത് ഒട്ടും ബെറ്ററായി തോന്നിയില്ല. അങ്ങനെ ഞാൻ ബ്രില്യൻ പാലയിലെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തു. BTS ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ സൂപ്പർ റിപ്പീറ്റിംഗ് ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ വീക്ക്ലി എക്സാംസിനൊക്കെ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു. മറ്റേ മീറ്റിങ്ങിലൊക്കെ ബ്രില്യൻ്റ് നടത്തുന്ന മീറ്റിങ്ങിലൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ വരുന്ന രീതിയിൽ അത്രയും എൻ്റെ മാർക്സ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിരുന്നു. എനിക്ക് കോൺഫിഡൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു. അങ്ങനെ ആ ടൈമിൽ ആ ഒരു സൂപ്പർ റിപ്പീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ മാർക്ക് എനിക്ക് കിട്ടിയത് 583 ആയിരുന്നു. വീണ്ടും ഡൗൺ ആയി. കാരണം ആ ഒരു മാർക്കിൽ MBBS നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ BDS ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടുകാരൊക്കെ പറഞ്ഞു എന്തായാലും BDS ചൂസ് ചെയ്തോ, കാരണം ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്നാമത് വയസ്സ് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കും ഒരു മടുപ്പ് ഫീലായിരുന്നു. കുറേ നാളായില്ല വീട്ടിൽ തന്നെ.
അപ്പോൾ ഞാനും വിചാരിച്ചു എനിവേ BDS തന്നെ ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ BDS ചൂസ് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ BDSനെ പറ്റി ഒരുപാട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇതിലും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, പോസിബിൾ ഔട്ട്കംസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് BDSനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആലപ്പുഴ എന്ന ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൽ എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മൈൻഡിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BDS നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ മൈൻഡിനെ സെറ്റാക്കി കൊണ്ടുവരുന്ന ടൈം. പക്ഷേ അപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഹോസ്റ്റൽ, ഇതുവരെയും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു, പുതിയ ഫ്രണ്ട്സ്, പുതിയ സിറ്റുവേഷൻ. പിന്നെ ഞാൻ മനസ്സിൽ കണ്ട ഒരു കോളേജ് ലൈഫ് ഒന്നുമല്ല അവിടെ ചെന്നപ്പോഴെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മൈൻഡ് ഡൗൺ ആവാൻ തുടങ്ങി. മാത്രമല്ല എൻ്റെ MBBS പഠിക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ കാണാനിടയായി. അപ്പോൾ അവരെയൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്കൊന്നും കൂടി എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് വരാൻ തുടങ്ങി. പക്ഷേ എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഓൾറെഡി ഞാൻ BDSന് ജോയിൻ ആയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എൻ്റെ മുന്നിൽ ആകെയുള്ളൊരു ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ്, അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്നതായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിനെ ഞാനിങ്ങനെ സെറ്റാക്കി കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് എൻ്റെ ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സ് നീറ്റ് എക്സാം എഴുതുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് എനിക്കും എഴുതിക്കൂടാ. പക്ഷേ അപ്പോൾ എൻ്റെ മുന്നിൽ വന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒറ്റ ബുക്സും ഇല്ല. കാരണം എൻ്റെ എല്ലാ ബുക്സും ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ BDSന് ജോയിൻ ആയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തു, എൻട്രൻസിന് പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അത് കൊടുത്തു. പിന്നെ എന്തോ 2-3 റെഫറൻസ് ബുക്ക് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതായിരുന്നു എൻ്റെ മുന്നിൽ വന്ന ചലഞ്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്തത്. അവരെനിക്ക് NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ ഒപ്പിച്ചു തന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ കയ്യിലുള്ള 2-3 റെഫറൻസ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞത് അത് പോയി ഞാൻ എടുത്ത് ആലപ്പുഴയിൽ കൊണ്ടുവന്നു. പിന്നെ എൻ്റെ ആ ടൈമിൽ എൻ്റെ കൂടെ പഠിക്കുന്ന എൻട്രൻസിന് പഠിക്കുന്ന എനിക്കറിയാവുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ നിന്നൊക്കെ ഞാൻ PDF-ഉം അങ്ങനത്തെ ബുക്സും അതൊക്കെ സെൻഡ് ചെയ്ത് അവരുടെ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള നീറ്റിന് ആവശ്യമായിട്ടുള്ള സോഴ്സസൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചു. പിന്നെ എൻ്റെ മുന്നിൽ വന്ന ചലഞ്ച് എന്ന് പറയുന്നത് ടൈമായിരുന്നു. എനിക്കൊട്ടും ടൈം ഉണ്ടായില്ല. പെട്ടെന്നായിരുന്നു തീരുമാനം നീറ്റ് പഠിക്കണം നീറ്റ് എഴുതണം എന്നുള്ളത്. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി നീറ്റിന് രജിസ്റ്റർ ചെയ്തിട്ടു. പെട്ടെന്ന് തന്നെ നീറ്റിന് രജിസ്റ്റർ ചെയ്തിട്ടു. ഇനി എൻ്റെ മുന്നിൽ പഠിക്കണമല്ലോ, കുറച്ച് ടൈമല്ലേ ഉള്ളൂ, എല്ലാം മറന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും 2 കൽപ്പിച്ച് പഠിക്കാമെന്നുള്ള രീതിയിൽ തന്നെയായി. അപ്പോഴാണ് അടുത്ത ചലഞ്ച് വരുന്നത്. പെനാൽറ്റിയുടെ കേസ് ഞാൻ അറിയുന്നത്. പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു BDS കോഴ്സിൽ ഇരിക്കുന്ന സമയത്ത് BDS കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു കോഴ്സിലേക്ക് മാറുകയോ വേറൊരു കോളേജിലേക്ക് മാറുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോളേജിന് നമ്മുടെ നഷ്ടപരിഹാരമായിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ അത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ഷോക്ക്ഡായി. കാരണം എങ്ങനെ 5 ലക്ഷം രൂപ ഒപ്പിച്ചു കൊടുക്കാനാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എഴുതാം, ഇനിയിപ്പോൾ ഇൻ കേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈമിൽ ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ടോട് കൂടിയാണ് ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BDS എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് കോഴ്സാണ്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ മാത്രമല്ല അറ്റൻഡൻസ് എന്ന് പറയുന്നത് BDS ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. 75% എങ്കിലും അറ്റൻഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നീറ്റ് പഠിക്കുകയും വേണം, പക്ഷെ എനിക്ക് BDS അതിൻ്റെ കൂടെ തന്നെ BDS കോഴ്സിന് എനിക്ക് കൊണ്ടുപോവുകയും വേണം. BDSലാണെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്, നമുക്കതൊന്നും മിസ് ഔട്ട് ആക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ പിന്നെ ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് BDSൻ്റെ കൂടെ തന്നെ നീറ്റ് പഠിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തു. ഞാൻ എന്ത് ചെയ്തു, ക്ലാസ്സുകളിൽ പോയാലും മിസ്സുമാർ BDSൻ്റെ ബുക്ക് പഠിപ്പിക്കുമ്പോഴും ഞാൻ ബാക്കിൽ പോയിരുന്ന് കാണാതിരുന്ന് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഫോണിലത്തെ ബുക്സ് ഇരുന്ന് വായിക്കാൻ തുടങ്ങി. പിന്നെ ബാഗിൽ ഞാൻ BDSൻ്റെ ബുക്സ് ഒന്നും കൊണ്ടുപോകാണ്ട് പകരം 2 നോട്ട് മാത്രമൊക്കെ എടുത്തുകൊണ്ട് ബാക്കി മൊത്തം NCERT ബുക്സ് കോളേജിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, ഉച്ചയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് മാറിയിരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു ടൈമിൽ നോമ്പ് വന്നിരുന്നു.
അപ്പോൾ ആ ടൈമിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ച ടൈമിൽ ഫുഡൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ മാറിപ്പോയിരുന്ന ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ അവിടെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു BDSനെ കൂടെ തന്നെ പഠിക്കാൻ വേണ്ടി. നല്ല ബുദ്ധിമുട്ടായിരുന്നു BDSനെ കൂടെ ഈ ഒരു ഇത് കൊണ്ടുപോകാന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പ്രാക്ടിക്കൽസിനൊക്കെ ഞാനിത്തിരി ഡൗൺ ആവാൻ തുടങ്ങി പ്രാക്ടിക്കൽസ്. കാരണം എനിക്ക് രണ്ടിലും എനിക്ക് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു രീതിയിൽ കവർ ചെയ്തു. സിലബസ് സ്പീഡിൽ കവർ ചെയ്തു. അത്ര നന്നായിട്ടൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓടിച്ചിട്ടൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ പിന്നെ എൻ്റെ മുന്നിലുള്ളത് വെറും 2 വീക്സാണ് ആകെ എൻ്റെ മുന്നിലുള്ളത്.